ലിവിങ് ഇൻ സിൻ നമുക്കുള്ളതല്ല. ലിവിങ് ഇൻ റൈറ്റ്യസ്നെസ് ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവി എന്ന് പറയുന്നത്. നീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് തമ്മിൽ രണ്ട് വശങ്ങളുണ്ട്. പഴയ മനുഷ്യനുണ്ട്, പുതിയ മനുഷ്യനുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്താധാരയുണ്ട്. ഇത് വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം നമ്മളോട് തന്നെ ഇത് പറഞ്ഞ് നമ്മുടെ പ്രാണന്റെ ആ ഒരു മേഖലയ്ക്ക് ഇത് മനസ്സിലാക്കണം. വീണ്ടും പാപത്തിൻ്റെ പ്രേരണ വരുന്നു. പാപം ചെയ്യുവാൻ വേണ്ടിയുള്ള ആ ശക്തമാകുന്ന പരീക്ഷയുണ്ടാകുന്ന സന്ദർഭത്തിൽ യവണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. പാപം ചെയ്യേണ്ട കാര്യമില്ല, പാപം ചിന്തിക്കേണ്ട കാര്യമില്ല, പാപം സംസാരിക്കേണ്ട കാര്യമില്ല, പാപം പ്രവർത്തിക്കേണ്ട കാര്യമില്ല, പാപത്തിൻ്റെ പ്രവൃത്തിയെ പുറപ്പെടുവിക്കേണ്ട കാര്യമില്ല. കാരണം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചത്തു.